ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 7 ശ്ലോകം 4 പറഞ്ഞു കഴിഞ്ഞത്. 1000 ദിവ്യ സംവത്സരങ്ങൾ ഏകാഗ്രമായി തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ബ്രഹ്മാവിന് ഭഗവാൻ തൻ്റെ ആവാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠലോകത്തെ കാണിച്ചു കൊടുത്തു. ആ ദിവ്യലോകത്തിൻ്റെ വർണ്ണനയാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ. 5-ാമത്തെ ശ്ലോകം. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. അപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിൽ മാത്രമാണോ? ഒരിക്കലുമല്ല. ഇതിപ്പോൾ സൃഷ്ടി തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പം ഭഗവാന്റെ അംശം കൊണ്ട് തന്നെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും സത്യലോകത്ത് ബ്രഹ്മാവിന് സ്ഥാനം കൽപ്പിച്ചതും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ ഓരോ സൃഷ്ടി ബ്രഹ്മാവ് ചെയ്യുമ്പോഴും അതിലൊക്കെ പരമാത്മാവായിട്ട് ഭഗവാന്റെ അംശം തന്നെയാണ് വിളങ്ങുന്നത്. ഇനി ശ്ലോകത്തിൻ്റെ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. യസ്മിൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വൈകുണ്ഠത്തിലാണോ, കഴിഞ്ഞ ശ്ലോകത്തിലും വൈകുണ്ഠത്തിനെ പറഞ്ഞുല്ലോ. യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി. ചതുർഭുജ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെയുള്ള സകലർക്കും ഭഗവാന്റെ പോലെ 4 ഹസ്തങ്ങളും ഒക്കെയാണ് ഉള്ളത്. നീലനിറവും വനമാലയും ഒക്കെ ഉണ്ട്. ചതുർഭുജ എല്ലാവരും തന്നെ ഭഗവത് സാരൂപ്യം ഉള്ളവരായിരുന്നു. ഹരിമണി ശ്യാമാവതാതത്വിഷോ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ നീല നിറത്തിലുള്ള രത്നം പോലെ തെളിഞ്ഞ ഭംഗി, നീലനിറത്തിൻ്റെ ശോഭ ചേർന്നവരാകുന്നു. നീലനിറം എന്ന് പറഞ്ഞാൽ തന്നെ അഗാധതയെ കാണിക്കുന്നതാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ അനുഭൂതി തികഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു. ശ്യാമാവതാതത്വിഷോ നാനാഭൂഷണരത്നദീപിത ദിശ. നാനാതരം അലങ്കാരങ്ങളും രത്നങ്ങളും അണിഞ്ഞ് അവർ നിൽക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്തും പ്രകാശം പരത്തുന്നവരായിരുന്നു ഈ വൈകുണ്ഠത്തിലുള്ള എല്ലാവരും തന്നെ. നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് മോക്ഷപ്രാപ്തിക്ക് അർഹരായി എങ്കിൽ നമുക്കും അങ്ങനെ തന്നെ ആവാനായിട്ട് സാധിക്കും. രാജത് വിമാനാലയ. ശോഭിക്കുന്ന, രാജത്ത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന വിമാനങ്ങളിൽ ആലയം താമസിക്കുന്നവരാണ്. വിമാനം എന്ന് പറഞ്ഞാൽ മാനങ്ങൾ ഇല്ലാത്ത, അളക്കാൻ പറ്റാത്തത്ര വിശേഷപ്പെട്ടത്, ഉന്നതമായിട്ടുള്ള മാളികകൾ എന്നുണ്ട് അർത്ഥം. അങ്ങനെ ഇപ്പോൾ ബ്രഹ്മാവിനേക്കാളും എത്രയോ ഉയരെയാണ് വൈകുണ്ഠലോകം. അവിടെ ഇവരൊക്കെ ഉന്നതങ്ങളായിട്ടുള്ള മാളികകളിലൊക്കെ താമസിക്കുകയാണ്. ഭക്തിപ്രാപ്ത. അതെങ്ങനെയുള്ള സ്ഥലമാണ് ഈ വൈകുണ്ഠം? ഭക്തി കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള, അനന്യമായിട്ടുള്ള, നിഷ്കാമമായിട്ടുള്ള, മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ളതല്ലാത്ത ആ ഭഗവാനെ ഭജിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദത്തിന് വേണ്ടി മാത്രം ആയിട്ടുള്ള ആ ഭക്തിയാൽ പ്രാപിക്കപ്പെട്ടതാണ് ഈ വൈകുണ്ഠലോകം. അവിടെ ചതുർഭുജ രൂപരായിട്ടും നീലനിറത്തിലുള്ളവരായിട്ടും ഭഗവത് സാരൂപ്യം നേടിയിട്ടുള്ളതായും കാണപ്പെട്ട എല്ലാവരും അതുപോലെ തന്നെ ആ ഭക്തിയുള്ളവരായിരുന്നു ജീവിക്കുന്ന സമയത്ത്. തഥാവിധ ഉന്നതപദ. ഭക്തി കൊണ്ട് മാത്രം ഉയർന്ന നിലയിലെ അപ്രകാരമുള്ള ഉന്നത സ്ഥാനത്ത് എത്തിയവരാണ് അവരൊക്കെ. ദിവ്യന്തി ദിവ്യാജന, അല്ലെങ്കിൽ ദിവ്യാജന ദിവ്യന്തി എന്ന് പറഞ്ഞാൽ അവിടെ ദിവ്യജനങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്. മനസ്സിലെ എന്തെങ്കിലും കളങ്കത്തിൻ്റെ അംശം അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിരസ്ത സർവശമലം. എല്ലാ മാലിന്യങ്ങളും ഇല്ലാത്തവരാണ്, നിരസ്തമായവരാണ്, ഇല്ലാതായി അസ്തമിച്ചവരാണ്. അത്രയേറെ പരിശുദ്ധമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള വൈകുണ്ഠരൂപം, അവിടുത്തെ ആ വിഗത കുണ്ഠിതം എന്നാ പറയുക, യാതൊരു കുണ്ഠിതങ്ങളും വിഷമങ്ങളും ഇല്ലാത്തതായിട്ടുള്ള സദാ പരമാനന്ദം മാത്രം ഉള്ളതായിട്ടുള്ള. ഇപ്പോൾ സ്വർഗത്തിലാണെങ്കിൽ ഏത് നേരവും ആട്ടവും പാട്ടും സംഗീതവും നൃത്തവും ഒക്കെയാണ്. പക്ഷേ അവിടെ രാജസത്തിനാണ് വലിയ കാര്യം. മാത്രമല്ല
കൊണ്ടുപോയ പുണ്യം തീർന്ന ഭൂമിയിലേക്ക് വീഴുകയും വേണം. ഇവിടെ വൈകുണ്ഠം അങ്ങനെയല്ല. അവിടെ പോയാൽ ഒരു തിരിച്ചു വരവില്ല. സദാ പരമാനന്ദമാണ്, ശാന്തിയാണ്. അങ്ങനെയുള്ള ആ വൈകുണ്ഠ രൂപം, വൈകുണ്ഠ എന്ന സ്ഥലം, തേ തത് ധാമ, ഏതൊരു ലോകമാണോ അവിടുത്തെ സ്ഥാനം, ജയേത്, അതെപ്പോഴും വിജയിച്ചരുളട്ടെ. യസ്മിന്നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാവതാദത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. 6ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇനി അവിടെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളും കൂടിയുണ്ട്. വിദ്യുല്ലത പോലെ ശോഭിക്കുന്ന ലക്ഷ്മി ഭഗവതി. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാ തുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജസൗരഭ ഏകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ശ്രീ ഭഗവതിയെ വർണ്ണിക്കുകയാണ്. നാനാദിവ്യവധൂജനൈരഭിവൃത, അനേകം മംഗളരൂപികളായിട്ടുള്ള സ്ത്രീകൾ ചുറ്റും നിന്ന് ഭഗവതിയെ സേവിക്കുന്നു. അത് ഉപനിഷത്ത് സുന്ദരിമാരാണെന്നും പറയും, അതല്ല ദിവ്യ അങ്കനമാരാണ് എന്നും പറയും. എന്തായാലും നാനാദിവ്യവധൂജനൈരഭിവൃത, മംഗളരൂപിണികളായിട്ടുള്ള അനേകം സുന്ദരിമാർ, ദിവ്യസ്ത്രീകൾ ആ ദേവിയെ ചുറ്റും നിന്ന് സേവിക്കുന്നു. വിദ്യുല്ലതാ തുല്യയ, അവർക്കൊക്കെ ശോഭയുണ്ട്. പക്ഷേ ദേവി വിദ്യുല്ലത പോലെ, മിന്നൽ പിണർ പോലെ തേജോമയമായ രൂപമാണ്. വിശ്വോന്മാദന ഹൃദ്യഗാത്രലതയ, അവിടുത്തെ ആ ഗാത്രം എങ്ങനെയായിരുന്നു? വിശ്വോന്മാദന, വിശ്വത്തെ മുഴുവനും ഉന്മാദം, മോഹം ജനിപ്പിക്കുന്നതായിരുന്നു. ആ ഗാത്രലത എന്ന് പറയുമ്പോൾ അത്രയും കോമളമായിട്ടുള്ള ശരീരമാണ്, ഹൃദ്യമാണ്, ഹൃദയഹാരിയും ആണത്. വിശ്വോന്മാദന ഹൃദ്യ ഗാത്രലതയാ, ആ കോമളമായ ശരീരത്തോടു കൂടിയ ദേവി. വിദ്യോദിത ആശാന്തര, ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകളെയൊക്കെ ഇങ്ങനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരുന്നു. തൻ്റെ തേജസ് കൊണ്ട് ദേവി നിൽക്കുന്നതിന് ചുറ്റുഭാഗത്തും വലിയ ശോഭയുണ്ടായിരുന്നു. ലക്ഷ്മി, ആ ലക്ഷ്മി ദേവി ഐശ്വര്യദേവത വൈകുണ്ഠത്തിൽ സ്ഥിതി ചെയ്യുന്നു. ത്വത്പാദാംബുജ സൗരഭ ഏകകുതുക, ലക്ഷ്മി ദേവിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ കൗതുകമുള്ളൂ, ആഗ്രഹമുള്ളൂ. എന്താണ്? എപ്പോഴും അവിടത്തെ തൃപ്പാദമാകുന്ന താമരപ്പൂവിൻ്റെ സൗരഭ്യം നുകർന്നുകൊണ്ടേയിരിക്കണം, ഭഗവാനോട് ചേർന്നിരിക്കണം. അതാണ് ലക്ഷ്മി ഭഗവതി പാലാഴിയിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഭഗവാൻ എല്ലാവരും ഇങ്ങനെ വിളിച്ചു. പക്ഷേ വിളിക്കാതിരുന്ന ഭഗവാന്റെ അടുത്തേക്കാണ് ലക്ഷ്മി ദേവി പോയത്. അന്ന് മുതൽ ആ പാദത്തിൻ്റെ സൗരഭ്യം നുകരണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഭഗവത് ഭക്തന്മാർ ദേവിയെ വിളിച്ചില്ലെങ്കിലും പോയി ചെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും, അവർക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്യും. ത്വത്പാദാംബുജ സൗരഭൈക കുതുക, ആ ഒരേ ഒരു കൗതുകത്തോടു കൂടിയ യസ്മിൻ സ്വയം ലക്ഷ്യതേ, അവിടെ ആ പാദത്തിൽ സദാ കാണപ്പെടുന്നു ദേവി. സ്വയം ലക്ഷ്യതേ, അവിടെയാണ് സ്വയം ദേവിക്ക് ഇരിക്കാൻ ഏറ്റവും ഇഷ്ടം. വിസ്മയനീയ ദിവ്യവിഭവം, സകല ദിവ്യവസ്തുക്കളാലും നിറഞ്ഞിട്ടുള്ള വിസ്മയനീയമായിട്ടുള്ള അത്യന്തം ആശ്ചര്യമുണ്ടാക്കുന്നതാണ് ആ ദിവ്യലോകം. തേ തത്പദം മേ ദേഹി. ഭഗവാനെ, ഗുരുവായൂരപ്പ, അവിടത്തെ ആ വൈകുണ്ഠലോകം, ഇത്രയൊക്കെ പറഞ്ഞ ആ വൈകുണ്ഠലോകത്തിൽ മേ ദേഹി, എന്നെയും കൂടി അവിടെ എത്തിക്കണേ. ആ വൈകുണ്ഠലോകം എനിക്കും തരണേ. അത് തീവ്രമായ ഭക്തി കൊണ്ട് മാത്രമേ അവിടെ എത്താൻ പറ്റൂ എന്ന് ഇപ്പം തന്നെ പറഞ്ഞല്ലോ.
അതുകൊണ്ട് തന്നെ പറയാണ്, അത്രയ്ക്ക് ശക്തവും പരിശുദ്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഭക്തി എനിക്കും തരണേ എന്നാണ് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോതിതാശാന്തരാ ത്വത്പാദാംബുജസൗരഭ ഏകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. 2-ാം ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിട്ടുണ്ട്, ഭഗവാനോടുള്ള ഇഷ്ടം കാരണം ഭഗവാനെ വിട്ടു നിൽക്കാൻ ദേവിക്ക് സാധിക്കാത്തത് കൊണ്ട് ലക്ഷ്മി പരേഷു അസ്ഥിരേ, തൻ്റെ ഭക്തന്മാരുണ്ട്, ലക്ഷ്മി ദേവിയെ അനുഗ്രഹിക്കണേ, എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നൊക്കെ എപ്പോഴും ധനത്തിനും ഐശ്വര്യത്തിനുമായിട്ട് ആഗ്രഹിക്കുന്ന ഭക്തന്മാർ, അവരിലൊക്കെ ദേവി പരേഷു അസ്ഥിരയാണ്. കുറച്ചു കാലം അനുഗ്രഹിച്ചു നിന്നെങ്കിൽ തന്നെ വേഗം തിരിച്ചു പോകും ഭക്തന്മാരുടെ അടുത്തേക്ക്. അങ്ങനെയുള്ള ആ ഐശ്വര്യ ദേവത ഒരിക്കലും മനുഷ്യരിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല. കവി തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീ ഭൂവിൽ അസ്ഥിരം അസംശയം. ഈ ഭൂമിയിൽ ലക്ഷ്മി ദേവി തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് നിൽക്കില്ല. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം ദേവിക്ക് നിൽക്കാൻ ഏറ്റവും ഇഷ്ടമാണ്, അവിടെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നു, ഭഗവാന്റെ താമരപ്പൂ പോലുള്ള ആ തൃപ്പാദങ്ങളിൽ. എവിടെ ഭഗവാനുണ്ടോ, എവിടെ ഭഗവാന്റെ ഭക്തനുണ്ടോ, അവിടെ മാത്രമാണ് ശാശ്വതമായിട്ടുള്ള ശ്രീയും ഐശ്വര്യവും സ്ഥിരമായിട്ട് നിൽക്കുക. അപ്പം ഭഗവാൻ ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. പിന്നെ ബ്രഹ്മാവിന് തൻ്റെ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു, തപസ് ചെയ്യൂ എന്നുള്ള ശബ്ദം. പിന്നെ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ തന്നെ സമർപ്പണ ഭാവത്തോടുകൂടി നന്നായി ധ്യാനിച്ചപ്പോൾ ആ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ദിവ്യമായ വൈകുണ്ഠ രൂപവും ആ വൈകുണ്ഠ ലോകവും കാണിച്ചു കൊടുത്തു. അതിനെ കണ്ട ബ്രഹ്മാവ് അത്ഭുത സ്തബ്ധനായിട്ട് ആ വൈകുണ്ഠ ലോകത്തെ വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി ഭഗവാൻ സ്വയം വെളിപ്പെടുത്തണം, തൻ്റെ രൂപം ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് നാളെ നോക്കാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.